സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സ്വാഗതഗാനം ഒരുക്കാൻ ഒരു നടി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ കലോത്സവത്തിലൂടെ സിനിമയിലെത്തിയ നടിയാണ് ഇങ്ങനെ പെരുമാറിയത്. നടിയുടെ പേര് തൽക്കാലം വ്യക്തമാക്കുന്നില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ജനുവരി മാസം ഒന്നാമത്തെ ആഴ്ചയാണ് സ്കൂൾ യുവജനോത്സവം നടക്കുന്നത്. 14,000-ഓളം വന്ന കലാകാരന്മാർ പങ്കെടുക്കുകയാണ്. തിരുവനന്തപുരത്ത് എൻ്റെ ജില്ലയിൽ വെച്ചാണ് നടന്നത്. തിരുവനന്തപുരം ജില്ലയിൽ വെച്ചാണ് നടക്കുന്നത്. സ്വരാജ് പങ്കെടുത്തിട്ടുണ്ടോ യുവജനോത്സവത്തിൽ? അല്ല, അപ്പോൾ ഒരു അവതരണ ഗാനം ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം ഒരു അവതരണ ഗാനം ചെയ്തതിനു വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നടി നമ്മുടെ കുട്ടികളെ ഒരു 10 മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത്. 5 ലക്ഷം രൂപയാണ് ചോദിച്ചു. എത്ര അഹങ്കാരം, പണത്തോടുള്ള ആർത്തി ഇവർക്ക് തീർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. വേറെ എത്രയോ ആൾക്കാരോട് പഠിപ്പിക്കാൻ ഉണ്ടാകുമെന്നുള്ളതിനെ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ചു. നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയാൽ നാളെ പത്രങ്ങളിൽ വലിയ വാർത്തയാകുമെന്നുള്ള കാര്യം. ഇവരെല്ലാം എത്ര മാന്യന്മാരാണ്, എത്ര സാധാരണക്കാരാണ്. പരിപാടിക്ക് വിളിച്ചാൽ കാശ് നമുക്ക് ഇങ്ങോട്ട് തരും, അവരങ്ങോട്ട് വാങ്ങില്ല എന്നുള്ള കാര്യമാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, ഏത് സാഹചര്യത്തിലായിരുന്നു മന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത്? വെഞ്ഞാറമൂടിൽ നടന്ന ഒരു നാടകവുമായി ബന്ധപ്പെട്ടൊരു പരിപാടി നടന്നിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പരാമർശം മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ പരിപാടിയിൽ നടൻ സുരാജ് വെഞ്ഞാറമൂട് അടക്കം സന്നിഹിതനായിരുന്നു. അപ്പോൾ സുരാജ് വെഞ്ഞാറമൂടിനെ ചൂണ്ടിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതായത് സുരാജ് ഇത്തരത്തിൽ യുവജനോത്സവങ്ങളിലൂടെ എല്ലാം കടന്നു വന്ന ആളാണ് എന്ന് കരുതുന്നു. ഇത്തരത്തിലൊരു സമാനമായ ഒരു സാഹചര്യം, അതായത് ഈ യുവജനോത്സവവുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായ ഒരു നടിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. ഒരു വേദനിപ്പിക്കുന്ന സമീപനമാണ് എന്ന് മന്ത്രി പറയുകയും ചെയ്യുന്നു. ഈ വരുന്ന സംസ്ഥാന യുവജനോത്സവത്തിന്റെ സ്വാഗത സംഘവുമായി ബന്ധപ്പെട്ട് ആണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായതെന്നും മന്ത്രി പറയുകയും ചെയ്യുന്നു. അതിന്റെ സ്വാഗതഗാനവുമായി ബന്ധപ്പെട്ടാണ് അതിൽ നൃത്തം ആവിഷ്കാരം നടത്തുന്നതിന് വേണ്ടി ഒരു നടിയെ സമീപിച്ചിരുന്നു. ആ നടിയാണ് ഇത്തരത്തിൽ 5 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ 5 ലക്ഷം ആവശ്യപ്പെട്ടു എന്ന് ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തു. ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. എന്തായാലും ഈ നടി സമീപിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത്, ഈ നടി അവർ ഈ യുവജനോത്സവങ്ങളിലൂടെയും ഒക്കെ ഉയർന്നു വന്ന നടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു താരമായി വളർന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവരെ കൂടി പങ്കെടുപ്പിക്കുന്ന ഒരു പരിപാടി ആയിരിക്കണമെന്നുകൊണ്ട് ഗവൺമെന്റ് കരുതിയെന്നാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്. അതുകൊണ്ടാണ് ഇവരെ ഈ നടിയെ തന്നെ സമീപിച്ചത്. അതിനാണ് ഈ കാരണങ്ങളും പറയുന്നത്. അതുകൊണ്ട് തന്നെ ആണ് ഈ നടിയെ സമീപിക്കുന്നത്. എന്നാൽ നടിയുടെ ഭാഗത്തുണ്ടായത് മോശം അനുഭവമാണ്. 5 ലക്ഷം രൂപ കൊടുക്കുവാൻ സർക്കാരിന്റെ കയ്യിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കയ്യിലോ ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ നടിയുടെ അഹങ്കാരപൂർണ്ണമായ ഒരു സമീപനം ഉണ്ടായി. അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ ഉയർന്നു വന്ന നടികൾ അല്ലെങ്കിൽ താഴെ ഈ യുവജനോത്സവങ്ങളെല്ലാം യുവജനോത്സവ വേദികളിൽ നിന്നെല്ലാം ഉയർന്നു വന്ന നടിയുടെ ഭാഗത്ത് ഇത്തരത്തിൽ ഉണ്ടാകുന്നത് അത് ധിക്കാരപൂർവ്വവും അഹങ്കാരപൂർവ്വമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു. അതുകൊണ്ടാണ് ഈ നടിയെ വേണ്ട എന്ന് തീരുമാനിച്ചത്. എന്തായാലും പേര് വ്യക്തമാക്കാൻ സർക്കാരും അല്ലെങ്കിൽ മന്ത്രിതലത്തിൽ അവരുടെ പേര് വ്യക്തമാക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുമെങ്കിൽ പോലും ഇത് വലിയ ചർച്ച ആയ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ ഒരു സംഭവം ചർച്ചയായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുണ്ടാകുന്നത്. മന്ത്രിയുടെ ഭാഗത്താണ്, വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് ഒരു നടിക്കെതിരെ ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. നടിയുടെ പേര് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ വലിയ ചർച്ച ഈ വിഷയത്തിൽ വന്നിരിക്കുകയാണ്. രോഹിണി. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.